ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫായിരുന്നു, ഇന്ന് വർക്കിന് പോകണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഈവനിങ് ടൈം എങ്ങനെയാണ് ഇന്ന് പോയതെന്ന് പറയാം. പകലൊക്കെ ബോറടിച്ചിരിക്കുകയായിരുന്നു, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി വന്നിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ഇറങ്ങുന്ന ഒരു സൈഡൊക്കെയാണ്. നമ്മളെല്ലാവരും ഓർക്കും ദുബായ് എന്ന് പറയുമ്പം ഭയങ്കര സൂപ്പറാണ്, വണ്ടർഫുള്ളാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ചൂടാണിപ്പം. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. കണ്ടോ, വണ്ടികളൊക്കെ സിഗ്നലിൽ ബ്ലോക്കായി കിടക്കുന്നതൊക്കെ കണ്ടോ. ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇച്ചിരി തിരക്ക്. നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ തീ കത്തിച്ച് കൂട്ടി അതിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ കനലായിട്ടുള്ള ചൂടാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല ഈ ചൂട്. പിന്നെ ഇത് ഞാൻ റോഡ് പാസ് ചെയ്യുന്നതാണ്. എനിക്ക് ദുബായിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് റോഡ് പാസ് ചെയ്യുന്നത്, അവിടുത്തെ ആ നിയമം. അപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് റോഡ് പാസ് ചെയ്യണമെങ്കിൽ എത്ര വണ്ടിക്കാരടുത്ത് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റോഡ് പാസ് ചെയ്യുന്നത്. സിബ്ര ക്രോസിങ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും നമുക്ക് ഒരു മനസ്സമാധാനത്തോടെ റോഡ് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. സിഗ്നൽ നമുക്ക് പാസ് ചെയ്യേണ്ട സിഗ്നലിൻ്റെ ആ ഒരു സിമ്പിൾ കാണിക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ റോഡ് പാസ് ചെയ്യാം. വണ്ടികൾ വരുന്നുണ്ടെന്നോ ഒന്നും നോക്കുകയൊന്നും വേണ്ട, സാവകാശം റോഡ് പാസ് ചെയ്യാം. വണ്ടികൾക്ക് പോകാൻ അതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നെസ്റ്റോയിലോട്ടാണ് പോയത്. ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നെസ്റ്റോയിൽ പോയേക്കാൻ ഓർത്തു. നെസ്റ്റോയിൽ അങ്ങനെ ക്യാമറ അലൗഡ് അല്ല, പക്ഷേ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നെസ്റ്റോയിൽ കയറി ചെല്ലുന്ന ഒരു ഏരിയ ആണ്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പോകുന്നത്, എപ്പോഴും ലേഡീസ് ആദ്യം പോകുന്ന സ്ഥലം എങ്ങോട്ടായിരിക്കും? അപ്പം അതുപോലെ ഞാനും പോയത് ഡ്രസ് സെക്ഷനിലോട്ടാണ്. അവിടെ ഏതാണ്ട് ഓരോ ഡ്രസ്സുകളുടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രൈസ് അല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭംഗി ഞാൻ നോക്കി കണ്ട്. 59 ദിർഹംസ് 79 ദിർഹംസ് കണ്ടോ, നല്ല പ്രൈസായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ അവിടുത്തെ ഓരോ ഡ്രസ്സുകളുടെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തു. ഇതൊക്കെ അത്യാവശ്യം 15 ദിർഹംസിനൊക്കെ കുർത്തകളൊക്കെ ആയിരുന്നു. 32 ദിർഹംസ് നോക്ക് ഒക്കെ പറയുമ്പോൾ 32 രൂപ നമുക്ക് ചെറുത്, പക്ഷേ അവിടെ നല്ല റേറ്റായിരുന്നു. ഓഫറൊന്നും ഇല്ലായിരുന്നു അവിടെ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേക്ക് ഓഫറുള്ളൂ, അതുകൊണ്ട് വേറെ ഒന്നിനും ഓഫറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഞാൻ ഭംഗിയൊക്കെ ഇങ്ങനെ നടന്ന് നോക്കി. ബാഗുകളുടെ സെക്ഷനാണിത്. ഞാൻ എല്ലാത്തിൻ്റെയും കുറച്ച് സാധനങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം അവിടെ പല ലേഡീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദുബായിൽ അങ്ങനെ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും അത്ര അലൗഡില്ല. കാരണം വീഡിയോസിൽ പലരുടെ ഇത് വരുമ്പം അതവർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കിഡ്സ് സെക്ഷനിലുള്ളതാണ്, സൈക്കിള് വണ്ടിയൊക്കെ. ഇത് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴോട്ട് ഇറങ്ങി പോകുമ്പം ഉള്ള വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ അവിടുത്തെ ആ ഒരു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. ഞങ്ങൾ താഴെ ഇറങ്ങി വെജിറ്റബിൾ സെക്ഷൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് നടക്കുകയാണ്. ഇതൊക്കെ ഓരോ സെക്ഷൻ്റെ സാധനങ്ങളിങ്ങനെ വെച്ചിരിക്കുന്ന തേയില. രസമുണ്ടല്ലേ, നമ്മുടെ നെസ്റ്റോയിലെ സാധനങ്ങളൊക്കെ അവർ അടുക്കി വെച്ചേക്കുന്നത്. റോസ്റ്ററി സെക്ഷൻ. ഞാൻ ആ ഭാഗത്തോട്ടേ നോക്കിയില്ല. എങ്കിൽ ഒരു തൈര് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നത്. അവിടെ നിന്നൊരു തൈരെടുത്തു. ഇതൊക്കെ ചുമ്മാ ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഹസ്ബൻഡാണ് അങ്ങോട്ട് മുന്നിൽ പോയത്. നല്ലൊരു ഭംഗിയില്ലേ ഇതൊക്കെ വെച്ചേക്കുന്നത് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. നമുക്ക് കാശുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മേടിക്കുന്നതിന് പ്രശ്നമില്ല. അതിന് അവിടെ നിന്നൊരു തൈരെടുത്തു. പതുക്കെ വെജിറ്റബിൾ സൈഡിലേക്ക് നടന്നു. അവിടെ നിന്നുണ്ട് സവോള, നമ്മുടെ ഇന്ത്യൻ സവോള കേട്ടോ.